രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ചെമ്മീൻ ബിരിയാണിയും കുറച്ച് കഴിച്ച് ഒരു ഇഡ്ഡലിയും കഴിച്ചിട്ട് ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ലീവുള്ളൊരു ദിവസമാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ബുക്സും കളറിങ്ങും എല്ലാം വലിച്ചു വാരിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ വലിച്ചു ചടന്ന് പറഞ്ഞപ്പോൾ എല്ലാം ചടംപടം എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇപ്പം അടിച്ചു വാരിയ മുറ്റമാണ് ഗൈസ്. നോക്കിയേ, ഒരു കാറ്റ് വീശിയതാണ്. പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയാൽ അതിനേ ടൈം ഉണ്ടാവുള്ളൂ. കുട്ടികളിലെ വീടിൻ്റെ അവസ്ഥ ഞാൻ പിന്നെ പറയണ്ടല്ലോ. ഏതായാലും ഇറങ്ങിയില്ലേന്ന് വിചാരിച്ചിട്ട് റൂമിൽ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് പൊടി തട്ടി എടുത്ത് നമ്മളെ മിററൊക്കെ തുടച്ച് നല്ല പൊടിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ചോട്ടാസും കൂടിയിട്ട് ഉമ്മ നമുക്ക് ജ്യൂസ് അടിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഫ്രിഡ്ജിൽ നല്ല ബത്തക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി ഒരു 2 പേർക്കും കൂടിയിട്ട് ഒരു ജ്യൂസ് അടിച്ചു കൊടുത്തു. അങ്ങനെ ജ്യൂസൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരു ഗ്ലാസ് വലിയതും ഒരു ഗ്ലാസ് ചെറുതുമാണല്ലേ. അപ്പോൾ വലിയ ഗ്ലാസ്സിനുള്ള ഒരു അടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കെന്തായാലും കൊടുത്ത് നോക്കാം. ഹീ ഹൂന്നെല്ലാം പറഞ്ഞിട്ട് വന്നതാ. അതിനൊരു പിടിയും വലിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടാ. പിന്നെ രണ്ടാളും കൂടി ഒത്തുതീർപ്പിൽ എത്തിച്ചിട്ട് കൊടുത്തു. സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ചിരുത്തിയിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് നമ്മളെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ഇതൊക്കെ ഒന്ന് തുടച്ച് നമ്മളെ ചെരുപ്പൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഒരാൾക്ക് തന്നെ ഉണ്ടാവില്ല 3-4 ചെരുപ്പ്, പക്ഷേ ഇവിടെ കൂടുതൽ എനിക്ക് കേട്ടോ. അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചു. എന്നിട്ട് നേരെ ഇനി അടുക്കളയിലോട്ടോ കേട്ടോ അടുത്ത പരിപാടി. അടുക്കളയിൽ അങ്ങനെ വലിയ കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരുവിധം വന്ന് സെറ്റാക്കിയതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ളിക്കുട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നമ്മൾ ഉള്ളിയും ഇതൊക്കെ നല്ല സെറ്റാക്കി വെച്ചു. പിന്നെ ഇതിനി എത്ര ദിവസത്തേക്കൊന്നും അറിയില്ല, 2 ദിവസം കണ്ടാലായി. പിന്നെയും പഴയ പോലെ തന്നെയാവും. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതാ പിള്ളേർക്കുള്ള ചായയും വെച്ച് കൊടുത്തു. 2 ഇതിൻ്റെ ഇടയിൽ പോയിട്ട് കുളിപ്പിച്ച്. ഇന്ന് ചായക്ക് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.